ഹലോ ഗൈസ്, പിണ്ടിപ്പെരുന്നാൾ മാത്രം കണ്ടു വളർന്ന ഞാൻ അടിപൊളി പെരുന്നാൾ കാണാൻ പോയപ്പോണ്ടല്ലോ. അയ്യോ എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട, അടിപൊളി പെരുന്നാളാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണ് കേട്ടത്. പണ്ടൊക്കെ ഒരു 19 ആനകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 30 ഉള്ളൂ കേട്ടോ. കുന്നംകുളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഈ പള്ളിപ്പെരുന്നാളിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ബാൻഡ് മേളക്കാരുടെ ഒരു ആറാട്ടം ഇവിടെ നടക്കണ്ടാവും കേട്ടോ. കേരളത്തിലെ എല്ലാ ബാൻഡ് മേളക്കാരും ഒക്ടോബർ 27, 28 ഉണ്ടെങ്കിൽ അത് ഈ അടിപൊളിക്കുന്നിലുണ്ടാവും കേട്ടോ. എനിക്ക് ഈ ബാൻഡ് മേളക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ആമൻ സിനിമയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ അടിപ്പൊട്ടി പെരുന്നാളിന് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഈ പെരുന്നാളിനൊരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പല തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പല ആൾക്കാരും ഈ ബാൻഡ് സെറ്റിനൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ടാവും കേട്ടോ. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത വേഷവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ആഘോഷയാത്രയും കൂടി ഇതിലുണ്ടാവും കേട്ടോ. ഈ പെരുന്നാളിൻ്റെ ചരിത്രമോ പിന്നെ ഈ ആനകളെ പെരുന്നാളിനെ പങ്കെടുപ്പിക്കുന്നതിനുള്ള കാരണമോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഈ പെരുന്നാൾ കാണാൻ പോയിട്ടുണ്ടല്ലോ, കുറേ ആനകൾ ഇങ്ങനെ നെറ്റിപ്പട്ടം വെച്ച് നിൽക്കണതും ബാൻഡ് മേളക്കാരുടെ ആഘോഷവും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മുടെ പൂരവും പെരുന്നാളും എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്കത് അവിടെ നിന്ന് കണ്ടറിയുന്നേ വേണം കേട്ടോ. അത്രയ്ക്ക് നല്ല രസമാണ് കേട്ടോ അത്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കുന്നംകുളത്ത് അടുപ്പുട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഇങ്ങനെ വലിയ വലിയ വീടുകളൊന്നും ഇല്ല, ഒക്കെ ഇങ്ങനെ കുഞ്ഞു 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 വീടുകളാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഈ പെരുന്നാളിന് ഞാൻ വന്നപ്പോണ്ടല്ലോ, എല്ലാ മതത്തിലും പെട്ട ആൾക്കാർക്ക് കാണാൻ പറ്റിയിട്ടാ. അതും കുറേ ആൾക്കാരേട്ടാ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പുസ്തകത്തിൽ മാത്രമാണ് മതം ഉള്ളതെന്ന് കേട്ടോ. കാരണം എല്ലാ മതക്കാരുടെയും ഒരു ഒത്തൊരുമ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് പുണ്യാളനിലുള്ളൊരു വിശ്വാസം ആണ് ഇവിടെ എല്ലാവരുടെ കണ്ണിൽ ഞാൻ കാണാൻ പറ്റുന്നത് കേട്ടോ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പുണ്യാളം കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. ഇനിയും ഒരുപാട് അറിവുകൾ ഈ പള്ളീനെ പറ്റി ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ ഈ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.